കേരളത്തിലെ കഴിഞ്ഞ 10 കൊല്ലം ഞാൻ നേരത്തെ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സംഘപരിവാർ നേതാക്കന്മാർ നിരങ്ങാറില്ല. എന്നാൽ ഈ 2 മാസത്തിനിടയിൽ നമ്മളിത് കാണുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ തീവ്ര വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയുമായി ചിരിച്ച് സംസാരിച്ച് പോകുന്ന രംഗം നമ്മൾ കണ്ടു. ഇപ്പോൾ ലഭിച്ചത് UDF ക്യാമ്പിൽ തന്നെയാണ്. ഇപ്പോൾ 8-ാം തീയതി ജൂലൈ മാസം 8-ന് സംസ്ഥാന സർക്കാരിൻ്റെ ഹൈക്കോടതിയിൽ സ്റ്റാൻഡ് പറയേണ്ട അഭിഭാഷകരെ, പ്ലീഡർമാരെ നിയമിച്ച ഉത്തരവ് വന്നു. ഉത്തരവ് 4-ാമത്തെ ഉത്തരവാണ്. ആ 4-ാം ഉത്തരവ് 31 പേരെയാണ് നിയമിച്ചത്. ആ 31 പേരെന്ന് പറയുമ്പോൾ അതിൽ സീനിയർ പ്ലീഡർമാർ, സ്പെഷ്യൽ പ്ലീഡർമാർ അടങ്ങിയ 31 പേരാണ്. അതിൽ നേരത്തെ ABVPയുടെ നേതാവും ഇപ്പോൾ BJPയുടെ സജീവ പ്രവർത്തകനും RSSൻ്റെ കൊലക്കേസ് ഉൾപ്പെടെ വാദിക്കുന്ന അഭിഭാഷകനുമോടൊപ്പം കേസ് വാദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നിയമിച്ചിരിക്കുകയാണ്. ശരത് എന്നാണ് ഈ വ്യക്തിയുടെ പേര്. 2004-2009 കാലഘട്ടത്തിൽ തൃശ്ശൂർ ലോ കോളേജിൽ ABVPയുടെ സജീവ പ്രവർത്തകനാണ്. അന്ന് തൃശ്ശൂർ ലോ കോളേജിൽ പഠിച്ച KSU നേതാക്കന്മാർ ഇന്ന് കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാരായി, UDFൻ്റെ സമുന്നതരായ നേതാക്കന്മാരായി പ്രവർത്തിക്കുന്നുണ്ട്. അന്ന് KSUവിൻ്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്ത് വന്ന ആ കോളേജിൽ വന്നവർ ഇന്ന് മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ABVPയുടെ സജീവ പ്രവർത്തകനായ ഈ വ്യക്തിയെ എങ്ങനെയാണ് മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന നിയമവകുപ്പിൻ്റെ ഭാഗമായുള്ള ഹൈക്കോടതിയിലെ ഗവൺമെൻറ്റിൻ്റെ പ്ലീഡർമാരെ നിശ്ചയിക്കുന്ന പട്ടികയിൽ ഇടം കണ്ടെത്തിയത്? വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമുക്കറിയാം, സംഘപരിവാറിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സംഘടന മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകിയ ഫോട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ നിലയിലേക്ക് വൈറലാണ്. കഴിഞ്ഞ 10 കൊല്ലം ഇത്തരത്തിലുള്ള മതവർഗീയത ഉയർത്തിപ്പിടിക്കുന്ന, മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘപരിവാർ നേതാക്കന്മാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരങ്ങിയിട്ടില്ല. 10 കൊല്ലത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം. എന്നാൽ ഈ ഗവൺമെൻറ് വന്ന് 2 മാസം തികയുന്നതിനിടയിൽ തന്നെ സംഘപരിവാറിൻ്റെ നേതാക്കന്മാർ ഒറ്റക്കും കൂട്ടായും മുഖ്യമന്ത്രിയെ കാണുകയും അവിടെ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് സർക്കാരിന് വേണ്ടി കേസ് വാദിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെടുന്ന പ്ലീഡർമാരുടെ പട്ടികയിൽ BJPയുടെ സജീവ പ്രവർത്തകൻ, ABVPയുടെ മുൻ നേതാവ്, RSSൻ്റെ കൊലക്കേസ് ഉൾപ്പെടെ വാദിക്കുന്ന അഭിഭാഷക പട്ടികയിലുള്ള ഒരു വ്യക്തിയെ VD സതീശൻ എന്ന നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഗൗരവമേറിയ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇത് പൊതുവേ ഈ 2 മാസത്തിനിടയിൽ നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടു, ഇതുപോലുള്ള സംഭവങ്ങൾ കണ്ടു. ആ നിരവധി സംഭവങ്ങളുടെ പട്ടികയിൽ പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്താണിതിൽ കോൺഗ്രസിൻ്റെ നിലപാട്, എന്താണിതിൽ AICCയുടെ നിലപാട്, എന്താണിതിൽ അക്കാലഘട്ടത്തിൽ KSUവിനെ കേരളത്തിൽ നയിച്ച് ഇന്ന് മന്ത്രിസഭയിൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ നിലപാട് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിയത് KPCC ഭാരവാഹിയാണ്. KPCC ഭാരവാഹിയാണ് ആ വിഷയം ഉയർത്തിയത്. അതിനു മുമ്പും സമാനമായ ചില നിയമനങ്ങൾ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിയമിച്ചത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് ഒരടി പിറകോട്ട് പോകാതെ ഇതുപോലുള്ള ആളുകളെ ഇനിയും നിയമിക്കുന്നു എന്നുള്ളത് ഇവർ തമ്മിലുള്ള കൃത്യമായ നെക്സസിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കേരളത്തിലെ കഴിഞ്ഞ 10 കൊല്ലം ഞാൻ നേരത്തെ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സംഘപരിവാർ നേതാക്കന്മാർ നിരങ്ങാറില്ല. എന്നാൽ ഈ 2 മാസത്തിനിടയിൽ നമ്മളിത് കാണുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ തീവ്ര വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന
ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയുമായി ചിരിച്ച് സംസാരിച്ച് പോകുന്ന രംഗം നമ്മൾ കണ്ടു. അപ്പോൾ നേരത്തെ 10 കൊല്ലം ഇവർക്ക് പോകാൻ തോന്നാത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ UDF ഗവൺമെൻറ് വന്ന് പുതിയ മുഖ്യമന്ത്രി വന്നപ്പോൾ എങ്ങനെ പോകാൻ തോന്നുന്നു? ഇത് ഗൗരവമായ വിഷയമാണ്. ഇതിനോട് കൂട്ടിച്ചേർത്ത് വേണം ഇത്തരം പ്ലീഡർമാരുടെ നിയമനം. പ്ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിൻ്റെ ശബ്ദമാണ്. ജുഡീഷ്യറിയിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ വോയിസാണ് പ്ലീഡർ. അവിടെ ഇതുപോലുള്ള BJPയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ നിയമിക്കുന്നതിലൂടെ വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമായി ഇത് കാണേണ്ടതുണ്ട്. ഇതിൽ മുഖ്യമന്ത്രി മറുപടി പറയണം. അന്നത്തെ ഇദ്ദേഹം ABVP നേതാവായപ്പോൾ KSUവിൻ്റെ നേതാക്കന്മാരായി ഇന്ന് മന്ത്രിസഭയിൽ ഇരിക്കുന്നവർ ഇതിൽ മറുപടി പറയണം. KPCC ഇതിനകത്ത് മറുപടി പറയണം. AICC ഇതിൽ നിലപാട് വ്യക്തമാക്കണം.